ആഗ്രഹിച്ചതു തന്നെ സംഭവിച്ചു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുത്തു. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലാണ് തീരുമാനം. രാഹുലിനെ പ്രതിപക്ഷ നേതാവായി നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി പ്രോട്ടേം സ്പീക്കർക്ക് കത്ത് നൽകി. ലോക്സഭയുടെ ആകെ അംഗങ്ങളുടെ 10-1 സീറ്റുകൾ ലഭിക്കുന്ന പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടിക്കാണ് ലോക്സഭാ നേതൃസ്ഥാനം ലഭിക്കുക. കഴിഞ്ഞ 2 തവണയും കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ 10 വർഷത്തിന് ശേഷമാണ് പദവി ലഭിക്കുന്നത്. തുടക്കം മുതൽ തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത്. തിരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി രാഹുലിനോട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. രാഹുൽ നയിച്ച ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയുമെല്ലാമാണ് കോൺഗ്രസിന്റെ മുന്നേറ്റത്തിൽ നിർണായകമായതെന്നായിരുന്നു നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കുന്നില്ലെന്നായിരുന്നു വാർത്തകൾ. അതേസമയം പ്രതിപക്ഷ നേതാവായില്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ രാഹുൽ തയ്യാറാവുന്നില്ലെന്ന ആക്ഷേപം ഉയരുമെന്നും BJP തന്നെ ഇത് ആയുധമാക്കിയേക്കുമെന്നുമുള്ള അഭിപ്രായം പാർട്ടിയിൽ തന്നെ ഉയർന്നിരുന്നു. മാത്രമല്ല, പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവ് നടത്തിയ സാഹചര്യത്തിൽ രാഹുൽ പദവി ഏറ്റെടുക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് രാഹുൽ പദവി ഏറ്റെടുക്കാൻ തയ്യാറായത്. ഇനി പ്രതിപക്ഷത്തിന്റെ മുന്നണി പോരാളിയായി രാഹുൽ ഗാന്ധി മാറുന്നതായിരിക്കും കാഴ്ച. 18ാമത് ലോക്സഭയിൽ റായ്ബറേലി MP-യായി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചത്, റായ്ബറേലിയും വയനാടും. റായ്ബറേലിയിൽ 3,90,030 വോട്ടുകൾക്കും വയനാട്ടിൽ 3,64,422 വോട്ടിനുമാണ് രാഹുൽ വിജയിച്ചത്. തുടർന്ന് റായ്ബറേലി നിലനിർത്താൻ രാഹുൽ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിച്ചപ്പോൾ ജോഡോ ജോഡോ ഭാരത് ജോഡോ എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് പ്രതിപക്ഷം രാഹുലിനെ സ്വാഗതം ചെയ്തത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സഭാംഗങ്ങളെയെല്ലാം കാണിച്ച ശേഷമായിരുന്നു രാഹുൽ സത്യപ്രതിജ്ഞ ചെയ്തത്. വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ മോദി രാഹുൽ പോരാട്ടത്തിനായിരിക്കും ഇനി വേദിയാകുക. ഇതിന്റെ സാമ്പിൾ വെടിക്കെട്ടായിരുന്നു 3ാം മോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എത്തിയത്. ആദ്യ 15 ദിവസത്തിനുള്ളിൽ രാജ്യത്ത് സംഭവിച്ച കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയായിരുന്നു രാഹുലിന്റെ വിമർശനങ്ങൾ. ബംഗാളിലെ ദാരുണമായ ട്രെയിൻ അപകടം, കശ്മീരിലെ തീവ്രവാദി ആക്രമണങ്ങൾ, ട്രെയിൻ യാത്രക്കാരുടെ ദുരിതം, നീറ്റ് പരീക്ഷ അഴിമതി, നീറ്റ് PG റദ്ദാക്കൽ, UGC നെറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച, പാൽ, ധാന്യങ്ങൾ, ഗ്യാസ്, ടോൾ എന്നിവയുടെ വില വർധനവ്, കാട്ടുതീ, ജലപ്രതിസന്ധി, കാര്യമായ സജ്ജീകരണമില്ലാത്തതുകൊണ്ട് ഉഷ്ണതരംഗത്തിൽ ആളുകൾ മരിക്കുന്നത് എന്നിവയാണ് 3ാം മോദി സർക്കാരിന്റെ ആദ്യ 15 നാൾ നടന്ന 10 കാര്യങ്ങളെന്ന് രാഹുൽ തുറന്നടിച്ചിരുന്നു. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളന സമയത്ത് തന്നെയാണ് രാഹുൽ 3ാം മോദി സർക്കാരിനെതിരെ രംഗത്ത് വന്നത്. മോദി സർക്കാർ മാനസികമായി പ്രതിരോധത്തിലാണ്. രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മോദിയെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നായിരുന്നു രാഹുൽ ആണയിട്ട് പറഞ്ഞത്. സത്യത്തിൽ ഇനിയായിരിക്കും BJP കോൺഗ്രസിനെ ഭയക്കുക. പരിഹസിച്ചവർ പോലും വാ പൊത്തിയിരിപ്പാണ്.